സാർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാ സാർ? ഈ കാട്ടിലൂടെ നമുക്ക് ഇനിയും 2 മൈൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനപ്പുറം സിദ്ധന്മാരുണ്ടായിരുന്ന മലയുണ്ട്. ആ മലയിലാണ് അതുള്ളത്. വാ, ഇതേ വഴി കൂടെ തന്നെയാ. താൻ തൽക്കാലം നടക്ക്. എന്നെ ഫോളോ ചെയ്ത് എല്ലാവരും വാ. ശരി പറ സാറേ. നിങ്ങൾ ഈ കാണുന്നത് ഒരു സാധാരണ ഉടുക്കല്ല. ലൈറ്റ്സ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പൈസ് ജെറ്റ്. ഇതിന്റെ അടുത്ത് വന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് കണ്ടില്ലേ? ഇത് ഫ്യൂസ് ആയ കുഴപ്പമില്ല, ബട്ട് ബ്ലാസ്റ്റ് ആയി പോയി. നൗ ഐ എം ഗോയിങ് ടു പ്രൂവ് മൈ നെക്സ്റ്റ് ലെവൽ. ഐ മീൻ സൗണ്ട് എനർജി. ഞാനിപ്പോൾ കുറച്ച് പടക്കങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ത്രോ ചെയ്താൽ അവിടെ നിന്ന് അത് ശബ്ദത്തോടെ ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം അതിന്റെ ശബ്ദത്തിലുള്ള മാറ്റം എന്തെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെയാണോ സാർ? ത്രോ ഇറ്റ്. ₹100 കോടി സ്വാഹ. ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അകലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടിരിക്കും. ഞാൻ അന്വേഷിച്ചേ, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒന്നുമില്ല. അമേരിക്കയും യൂറോപ്പും പോലും ഈ കാര്യത്തിൽ ഫസ്റ്റ് ലെവലിൽ തന്നെയാ. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നന്നായിട്ട് അങ്ങോട്ട് പറ്റിച്ചതാ. എടുക്കുന്നില്ല. ലാൻഡ് ലൈൻ. ഹലോ, ഞാനാ സംസാരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ബാങ്കോക്കിൽ പോയിരിക്കാം. 1 വീക്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് ഞങ്ങൾ ക്യാഷ് സെറ്റിൽ ചെയ്യാം. എന്റെ വീട്ടിലിപ്പോ 5 മണി. പക്ഷെ നിന്റെ വീട്ടിൽ 5 മണി ആകണമെങ്കിൽ ഇനിയും 5 മിനിറ്റ് ഉണ്ട്. എന്റെ വലത്തോട്ട് നോക്ക്. നിന്റെ പൂച്ച അവിടെ പെഡിഗ്രി കഴിച്ചുകൊണ്ടിരിക്കുക. ലെഫ്റ്റിൽ നിന്റെ വർഷ നല്ലപോലെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലാണെന്ന് കരുതി ഡ്രസ്സ് ഇടാൻ പാടില്ലേ? ജെട്ടി ഇട്ടുകൊണ്ട് നിൽക്കുന്നു. നിന്റെ എതിരിലൊരു പൊട്ടനെ പോലെ കണ്ണു മിഴിച്ചിരിക്കുന്നില്ലേ? അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. അബു, ഉറപ്പായിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൈസ തിരിച്ചു തന്നേക്കാം. ഇതാദ്യമേ നീ തന്നെ ഫോൺ എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. നമ്മളെല്ലാവരും അബുവിൻ്റെ കയ്യിൽ പെട്ടുപോയ അവസ്ഥയാണ്. സാർ, നമുക്കൊരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. AC മുരളീധരനോട് നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി പറയാം. വേറെ വഴിയൊന്നും കാണുന്നില്ല. സോറി സാർ, ഇനിയെല്ലാം സാറിൻ്റെ കയ്യില്ല.
മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയി. അല്ല, ഇത്രയും വലിയ ഫണ്ട് ആരാ നിങ്ങൾക്ക് തന്നത്? അബു, ഈ കളിക്ക് ഞാനില്ല. എന്നെ വിട്ടേക്ക്. സർ, പ്ലീസ് എനിക്ക് വേണ്ടി ചെയ്യൂ. പ്ലീസ്. ഓൾ റൈറ്റ്. ഓക്കെ, അബുവിനോട് ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കും. അമ്മേ, ഞാൻ ആ കാറിൽ പോയി ഇരുന്നോട്ടെ സാർ. പേടിക്കാതെ ഇങ്ങോട്ട് പാടും. കാറില് എന്റെ ബാഗൊക്കെ ഞാൻ ഞാൻ എന്റെ ഓടിക്കും പാടും. പാടും. ഇങ്ങോട്ടാണ്. അതാണ് അബുവിന്റെ കീപ്പ്. ആണോ? എനിക്കറിയില്ലായിരുന്നു. കീപ്പ് എന്ന് വെച്ചാ അവൻ മൂന്നാമത് കെട്ടാൻ പോകുന്ന പെണ്ണ്, അവന്റെ ഭാര്യയുടെ രണ്ടാമത്തെ അനിയത്തി. ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇല്ല, നിങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വാ. എനിക്ക് സമയമില്ല. പിന്നെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? കൺഫ്യൂഷൻ ആയില്ല. ഇല്ല. എന്നോട് ക്ഷമിക്കണം. ഇലക്ഷന് മുമ്പായിട്ട് അറിയാൻ തിരിച്ചു തന്നേക്കാം. ഇനി എനിക്ക് പണം സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തു. തോനൊക്കെ പൈസ കൊണ്ട് എവിടെ പോയി എന്ത് ചെയ്തെന്ന് എനിക്കറിയാം. തന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നെന്ന് അറിയുന്ന എനിക്ക് ആ പൈസ കൊണ്ട് കളഞ്ഞത് എവിടെയാണെന്ന് അറിയാതിരിക്കോ? ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നത്, 1000 കോടി രൂപ തട്ടാൻ ട്രസ്റ്റിലേക്ക് ഇറക്കുന്നു എന്ന് പറയുന്നത്, ചന്ദ്രനിലെ വീട് വെച്ച് തരാമെന്ന് പറയുന്നത്, ഇതുപോലുള്ള ഉടായ്പ പരിപാടികൾക്കൊക്കെ മീഡിയേറ്റർ മാത്രമേ കാണൂ. ഇതിനൊരു സെല്ലറും ഉണ്ടാവില്ല, ബയ്യറും ഉണ്ടാവില്ല. തന്നെ പോലുള്ള ആൾക്കാർ മാത്രമേ ഇതിനകത്തുണ്ടാവുള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഇയാള് പൈസ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഒരാഴ്ച സമയമല്ലേ ചോദിച്ചത്. ഉറപ്പായിട്ടും അത് തന്നിരിക്കും. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അതുപോലെ നിനക്ക് ഒരാഴ്ച സമയം തരാം. പൈസ അതിനു മുമ്പ് തന്നില്ലെങ്കിൽ ഓഫീസ്. വഴുന്നേക്ക് പോവാം. പേടിക്കുന്നു. നമ്മുടെ ഒരു ഐഡിയ പറയാം. പുതുതായി ഇറക്കാനിരിക്കുന്ന 5000 രൂപ നോട്ടിന്റെ വിശദാംശങ്ങളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. 5000 രൂപ നോട്ടിന്റെ രൂപീകരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. മറ്റു വിശദാംശങ്ങളിലേക്ക്. ഭായ്, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാഹ്, സുഖമായിരിക്കുന്നു. ഒരു കാര്യം അറിയോ ഭായ്? 500ന്റെ നോട്ടും കൊണ്ടും കാര്യമില്ല, 1000ന്റെ നോട്ടും കൊണ്ടും കാര്യമില്ല, 2000ന്റെ നോട്ടും കൊണ്ടും കാര്യമില്ല. ഇനി 5000ന്റെ നോട്ട് വന്നാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. എത്രയും പെട്ടെന്ന്. ഖുദാഫിസ്. ജന്തബായി കടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അതിനൊക്കെ ഒരു കാരണം ഉണ്ടെന്നേ.
അബു പറഞ്ഞ പോലെ ചെയ്യും. പൈസ കൊടുക്കാതെ ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല. ഇത്രയും പൈസക്ക് എവിടെ പോവാന്നൊരു പിടിയില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ ഇതിനിപ്പോ എന്താണ് നമ്മുടെ ഭാഗത്തൊരു വഴി? നമ്മുടെ പിന്നിൽ കാണുന്ന വീടില്ലേ, പെട്ടെന്ന് തിരിഞ്ഞു നോക്കല്ലേ. ഓക്കെ. അതൊരു മന്ത്രിയുടെ വീടാ. ന്യൂസിൽ 5000 രൂപയുടെ നോട്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ. അയാളുടെ കയ്യിലുള്ള കായെല്ലാം 5000 രൂപയുടെ നോട്ടാക്കി മാറ്റി. അത് ഈ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അത് മൊത്തത്തിലങ്ങ് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ലീഗലായിട്ട് ഓനൊന്നും ചെയ്യാൻ പറ്റൂല. നാളെ രാത്രി തന്നെ അയാളുടെ പണി നോക്കണം. അബൂന് കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഞമ്മക്ക് തിരിച്ചെടുക്കാന്ന്. നാളെ ഒരു ലഹള ഉണ്ടാക്കിയാൽ മതി, പോലീസുകാരെല്ലാം അങ്ങോട്ട് പൊക്കോളൂന്ന്. ഞമ്മക്കൊരു പ്രശ്നം ഉണ്ടാവൂല. ഇതിനു വേണ്ടിയല്ലേ ഞാനും കാത്തിരുന്നത്.